ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡിലെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അഭിയാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് ആകെ ദേഷ്യത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ റൂമിൽ. ഈ സമയം നവ്യ റൂമിലേക്ക് കയറി വരുന്നുണ്ട്. എന്താ പറ്റിയ, എന്താ അഭി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇനി ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാ, ഞാനൊരു മനുഷ്യനാണ്, വേണ്ട ഭർത്താവാണെന്നുള്ള പരിഗണന വേണ്ട, പക്ഷെ ഒരു മനുഷ്യനാണെന്നുള്ള പരിഗണനയിൽ നിനക്ക് തരത്തില്ലേ? എല്ലാവരുടെ മുമ്പ് വെച്ചിൽ ഇങ്ങനെ എന്നെ കുറ്റപ്പെടുത്തുമ്പോഴും ആക്ഷേപിക്കുമ്പോഴും നീ അതൊക്കെ ഒന്ന് ഓർക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഓ, ഭർത്താവാണ് പോലും. ഈ ഭർത്താവിൻ്റെ എന്തെങ്കിലും കടമകൾ നീ എനിക്ക് ചെയ്തു തരുന്നുണ്ടോ? എന്നിട്ട് കള്ളത്തരങ്ങൾ കാണിച്ചത് കൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്, അല്ലാതെ വേറൊന്നും അല്ലല്ലോ. അല്ലാതെ നിന്നെ ചുമ്മാ തെറ്റിദ്ധരിപ്പിക്കുകയോ അല്ലെങ്കിൽ നിന്നെ കുറ്റപ്പെടുത്തുകയോ ചെയ്തതല്ലല്ലോ ഞാൻ എന്നിങ്ങനെ പറയുമ്പോൾ കള്ളത്തരങ്ങൾ കാണിക്കാത്തൊരു മഹതി, ഇവിടേക്ക് നീ കയറി വന്നതും അതുപോലെ തന്നെ നീ എന്തൊക്കെ കള്ളത്തരങ്ങൾ എന്നോട് പറഞ്ഞതെന്നൊന്നും നീ മറന്നിട്ടില്ലെങ്കിലും നീ മറന്നാലും ഞാൻ മറക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനോട്ടോ. അതുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാനോട്ടോ. ഉടനെ നവ്യയും പറയുന്നുണ്ട്, അയ്യോ ചേട്ടൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ചേട്ടൻ്റെ പെണ്ണിനെ അനിയൻ വശത്താക്കാൻ നോക്കിയതും അതുപോലെ തന്നെ കൊണ്ട് ഒളിപ്പിച്ച് പാർപ്പിച്ചതും ഒക്കെ നീ മറന്നോ? അതുമല്ല നീ എന്തൊക്കെ കള്ളത്തരങ്ങൾ എന്നോട് പറഞ്ഞു, അതുകൊണ്ട് നീ വലിയ മഹാനും പുണ്യാളനും ഒന്നും ചമയണ്ട. പിന്നെ ഈ വീട്ടിൽ നീയും നിൻ്റെ അമ്മയും കാണിച്ചു കൂട്ടുന്നതും തല്ലിപ്പിക്കുന്നതും എല്ലാവരെയും തിരിപ്പിക്കുന്നതും ഒക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നീ കൂടുതൽ ന്യായവും അതുപോലെ തന്നെ സത്യസന്ധതയൊന്നും ചമയണ്ട എന്നൊക്കെ പറയാനോട്ടോ. ഉടനെ അഭി പറയുന്നുണ്ട്, ഓ നിന്നോട് സംസാരിച്ച് തല പുകയ്ക്കാൻ എനിക്കാവില്ല, എനിക്ക് ഭ്രാന്ത് പിടിക്കും നിന്നോട് സംസാരിച്ച എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അഭി ഇറങ്ങി പോകുകയാണ് കേട്ടോ. ഈ സമയത്താണെങ്കിലും നമ്മുടെ ജലജ അഭിയുടെ അടുക്കിലേക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോനെ ഇങ്ങനെ ഇക്കണക്കിന് പോവുകയാണെങ്കിലും നമ്മുടെ എല്ലാം തകരും കേട്ടോ, ഇക്കണക്കിന് പോകുകയാണെങ്കിൽ നമ്മൾ ഈ വീടിന് പുറത്താകും എന്ന് പറയുമ്പോൾ ഉടനെ അഭി പറയുന്നുണ്ട്, ശരിയാമ്മേ അത് എനിക്കും തോന്നാതിരുന്നില്ല, എന്തായാലും നമ്മുടെ ജീവൻ മിക്കവാറും ഇവിടം കൊണ്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ദേ അനിയുടെ വിവാഹം അതൊരിക്കലും ഇവിടെ നടക്കാൻ പാടില്ല എന്ന് പറയുമ്പം അമ്മേ ആ നവ്യ അനിയിട്ട് പെടാപാട് വിടുത്തോ, അവളെ ആദ്യം ഇവിടുന്ന് പുറത്താക്കേണ്ടത്, അടിച്ചിറക്കേണ്ടത്. എടാ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനൊക്കെ നമുക്ക് പരിഹാരം കാണാം, പക്ഷെ ഇപ്പോൾ അതല്ല വിഷയം. അനിയുടെ വിവാഹം നടക്കരുത്, അവൾ കോടീശ്വരി, അവൾ ഈ വീട്ടിലേക്ക് കയറി വന്നാൽ പിന്നെ എന്തൊക്കെ ഉണ്ടാവുമെന്ന് നിനക്ക് അറിയാവോ? അതുമല്ല ദേ എനിക്ക് ഇപ്പോൾ പുതിയ കമ്പനിയുടെ എന്താ പൊസിഷനൊക്കെ കൊടുക്കാൻ പോവുകയാണ്, അതും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറും തവിട് പൊടികളാണ് ഇവിടുത്തെ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അതൊന്നും അനുവദിച്ചുകൂടാ, എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കണം. അങ്ങനെ ഇപ്പോൾ നിനക്കും അതുപോലെ തന്നെ ആദിക്കും ഇതുപോലെ കുപ്പയെ കിടന്ന പെമ്പിള്ളാരും അതുപോലെ തന്നെ എനിക്ക് ഇത്ര മണിമാളികയിൽ നിന്നൊരു ബന്ധവും വേണ്ട, എന്തായാലും അതിന് ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ എൻ്റെ മോനായിരിക്കണം ആ പൊസിഷനിലെത്തേണ്ടത്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കമ്പനിയുടെ MD സ്ഥാനത്തേക്ക് എൻ്റെ മോൻ വരേണ്ടത്. അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടി എന്തും ചെയ്യും, പക്ഷേ നീ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ശേഷമാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ ദേവയാനി അതുപോലെ തന്നെ ജാനകിയോടും ഒക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അനി ഇങ്ങനെ വിട്ടിട്ട് കാര്യമുണ്ടോ, എനിക്ക് നല്ലൊരു പൊസിഷൻ നമ്മുടെ കമ്പനിയിൽ കൊടുക്കണ്ടേ, അല്ലെങ്കിൽ വന്ന് കയറുന്ന കുട്ടി ഓർക്കത്തില്ലേ എനിക്ക് ജോലിയോ തൊഴിലോ ഒന്നും ഇല്ലാത്തതാണെന്നൊക്കെ ഓർക്കത്തില്ലേ, നമ്മുടെ കമ്പനി അവനും കൂടെ ഉള്ളതാണെങ്കിൽ പോലും നല്ലൊരു പൊസിഷൻ അവന് കയറണ്ടേ. ഈ കുട്ടികളെയും തമാശയൊക്കെ അവൻ്റെ മാറ്റണം, നല്ല ഉത്തരവാദിത്തങ്ങൾ അവന് വേണ്ടി കൊടുക്കണം. ഇനി കല്യാണത്തിന് കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ, അതിന് മുൻപ് തന്നെ അവൻ്റെ ആകെ ശീലങ്ങളും എല്ലാം മാറ്റിയെടുക്കണം. അവൾ വരുമ്പോഴത്തേക്കിനും ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് നമ്മൾ ചെയ്യണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് വന്നു കയറിയ മരുമക്കളെ സ്നേഹിക്കാൻ പറ്റില്ല, എൻ്റെ മരുമകളായിട്ട് ഞാൻ കാണുന്നത് അനാമിക തന്നെയാണ്. അപ്പോൾ അവൾക്ക് വേണ്ട ഒരു കുറവും വരുത്താതെ അവളെ നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ശേഷമാണെങ്കിൽ നമ്മുടെ ഇതെല്ലാം കേട്ടുകൊണ്ട് അനി വരികയാണ്. അപ്പോൾ അനിയോട് പറയുന്നുണ്ട്, ഇങ്ങനെ കമ്പനിയുടെ MD സ്ഥാനം നിനക്ക് തരാൻ പോവുകയാണ്, പുതിയ ബ്രാഞ്ച് തുടങ്ങുന്നിടത്ത് നീ അതെല്ലാം നോക്കിക്കണ്ട് ചെയ്യണം. ഇനിയെങ്കിലും കുട്ടികളെ എല്ലാം മാറ്റിയിട്ട് നിനക്ക് ഇച്ചിരി കാര്യപ്രാപ്തിയും ഇതൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ നീ മാതിയുടെ ഒപ്പം വളരണം എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ ദേവയാനി. ഈ സമയത്ത് അനി പറഞ്ഞിട്ട്, വേണ്ട ചെറിയമേ, അതൊന്നും എനിക്ക് പറ്റിയ കാര്യങ്ങളൊന്നും അല്ല, അതൊക്കെ ഏട്ടന് തന്നെ പറ്റിയ കാര്യങ്ങളാണ്, എനിക്ക് വേറെ എന്തെങ്കിലും സൈഡായിട്ട് ഞാൻ എന്തെങ്കിലും നോക്കാം, അതല്ലാതെ ഈ കമ്പനിയിൽ MD ഒക്കെ ആകാനുള്ള അത്രയും കാര്യപ്രാപ്തി എനിക്കില്ല, അതൊക്കെ നിൻ്റെ തോന്നലാണ്. ഇതൊക്കെ ചെന്ന് നമ്മൾ അതൊക്കെ അറിഞ്ഞ് ജോലി ചെയ്താലല്ലേ നമ്മുടെ പൊസിഷനും അതുപോലെ തന്നെ നമ്മുടെ കാര്യപ്രാപ്തിയൊക്കെ നമുക്ക് മനസ്സിലാകുള്ളൂ. പിന്നെ നിന്നിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്, അതുകൊണ്ട് അച്ഛനോട് പറഞ്ഞ ആദ്യം ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ അച്ഛനോട് പറഞ്ഞ് ഞാൻ റെഡിയാക്കും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ അതിനെല്ലാം ചെയ്തോണം എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഈ സമയത്ത് ജലജ എവിടേക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, അപ്പോൾ അനിയും കമ്പനിയുടെ മുതലാളിയൊക്കെ ആയിക്കഴിയുമ്പോൾ എൻ്റെ മുൻ വെറും കറിവേപ്പിലയോ, അതെങ്ങനെ ശരിയാകും ദേവയാനി എന്ന് ചോദിക്കുമ്പോൾ ഉടനെ ജലജയോട് പറയുന്നുണ്ട്, നിൻ്റെ മോന് കുറേ സ്ഥാനങ്ങൾ ഈ കമ്പനിയിൽ കൊടുത്തിരുന്നു കുറേ പ്രാവശ്യം, പക്ഷേ എന്ത് സംഭവിച്ചു, അവനതെല്ലാം നശിപ്പിക്കാല്ലാതെ ഒരു പ്രാവശ്യം പോലും ഉയർച്ചയിലേക്ക് കൊണ്ടുവന്നില്ലല്ലോ. ഇന്നലെ തന്നെ മറ്റുള്ള ഒരാളുടെ ഡിസൈന് അവൻ്റെ ഡിസൈനാന്ന് പറഞ്ഞ എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു. അങ്ങനെ കള്ളത്തരങ്ങൾ കാണിക്കുന്നവർ തന്നെ എങ്ങനെ കമ്പനിയുടെ എന്താക്കാനാണ്. ഇപ്പം തന്നെ കമ്പനിയിലൊരു ചെറിയൊരു പോസ്റ്റ് കൊടുത്തിട്ട് ആ പോസ്റ്റിലിരുന്ന് പോലും തൊഴിൽ ചെയ്യാനുള്ളൊരു ഇത് അവനില്ലല്ലോ.
അവൻ എപ്പോഴും വീട്ടിലിരിക്കുക, ദൂർത്തടിക്കുക, ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ട് കറങ്ങുക, ഇത് തന്നെയല്ല അവൻ്റെ പരിപാടി. ആദ്യം അത് നന്നാക്കാൻ നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഉടനെ തന്നെ ജലജയ്ക്ക് ദേഷ്യം വരികയാണ്. ഈ സമയത്ത് നയനയും അതുപോലെ തന്നെ കനകും അവിടേക്ക് വരുമ്പോൾ നയനയോട് പറയാണ്, നിന്നോട് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി എന്ന് പറയുമ്പോൾ, എന്താ അമ്മേ, എന്താ പറഞ്ഞോളൂ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അതല്ല, അനാമിക ഇനി വരാൻ കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ. അപ്പോൾ അനാമികയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും എല്ലാം അറിഞ്ഞ് വേണ്ടത് ചെയ്തു കൊടുക്കേണ്ടത് നീയാണ്. ഞാനോ? അതൊക്കെ ആ കുട്ടിക്ക് തന്നെ ചെയ്യാൻ അറിയില്ലേ? തന്നെ ചെയ്യാൻ അറിയാമെന്നോ? ആ കുട്ടി നിൻ്റെ അത്രയും കാര്യപ്രാപ്തിയോ അല്ലെങ്കിൽ നിൻ്റെ അത്രയും പ്രായമൊന്നും ഉള്ള കുട്ടിയല്ല, ഒരു ചെറിയൊരു കുട്ടി. അതുപോലെ തന്നെ നല്ല ഹൈ ക്ലാസ് കുടുംബത്തിൽ നിന്ന് വരുന്ന, അപ്പോൾ അടുക്കള ജോലി ചെയ്തിട്ടോ ഒന്നും മറ്റുള്ളവരുടെ കൂട്ടുകുടുംബത്തിൽ നിന്നുള്ള പരിചയങ്ങളോ ഒന്നും ആ കുട്ടിക്ക് കാണില്ല. അപ്പോൾ അതെല്ലാം വേണ്ട വിധത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടത് നീയാ. ആ കുട്ടിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ചകൾ സംഭവിച്ചാലും നിന്നോടേ ഞാൻ ചോദിക്കുകയുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അനിക്കും ദേഷ്യം വരികയാണ്. ഉടനെ അനി പറയുന്നുണ്ട്, അനാമികയ്ക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ അനാമികയ്ക്ക് അറിയില്ലേ? അനാമികയ്ക്ക് കൈയും കാലും ഉണ്ടല്ലോ, അതിന് ഏട്ടത്തി ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, ഏട്ടത്തിയും ഈ വീട്ടിലെ മരുമകളായിട്ട് കയറി വന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. എന്താ നീ പറയുന്നത്? നീ വന്ന് കയറുന്നതിന് മുമ്പ് നീ അനാമികനെ ഇങ്ങനെ തള്ളി പറയുകയാണോ? അതെ, അതൊന്നും പാടില്ല കേട്ടോ, കയറി വരുന്ന പെൺകുട്ടികളെ സ്നേഹിക്കാൻ പഠിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാനേ. ഉടനെ കനകൻ ചോദിക്കുന്നുണ്ട്, കയറി വരുന്ന മരുമക്കൾക്കൊക്കെ സ്നേഹം കൊടുക്കണം അല്ലേ, എന്നിട്ട് എൻ്റെ മക്കൾക്ക് ഇതൊന്നും കണ്ടില്ലല്ലോ ദേവയാനി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഉടനെ ദേവയാനി പറയുന്നുണ്ട്, അതിന് നിൻ്റെ മക്കൾ എങ്ങനെ കയറി വന്നത്? തലയിൽ തുണിയിട്ട് എല്ലാവരെയും പറ്റിച്ച് കയറി വന്നവരല്ലേ, അവർക്ക് എന്ത് ഗുണം കൊടുക്കണമെന്ന് നീ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണെങ്കിലും നല്ല മറുപടി തന്നെ കനകം പറയുമ്പോൾ അതിനെല്ലാം എതിർത്ത് ഓരോന്ന് പറയാണ് ദേവയാനി. ശേഷം കനകം ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞ് അങ്ങനെ കയറി പോകുകയാണ് കേട്ടോ. ഈ സമയത്ത് അനിക്കും എല്ലാം നല്ല ദേഷ്യം വരേണ്ടത്. അനി നമ്മുടെ നായനയോട് പറയുന്നുണ്ട്, ഏട്ടത്തി ചെറിയമ്മയുടെ വലിയമ്മയുടെ സ്വഭാവം ഏട്ടത്തിക്ക് അറിയാലോ, ഏട്ടത്തി ഒന്നും കാര്യമാക്കണ്ടേ? അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ലടാ, പക്ഷേ എത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടും എന്തൊക്കെ ചെയ്തിട്ടും അവരുടെ ഭാഗത്തു നിന്നൊരു നല്ല വാക്കില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ മനസ്സിലുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പോകുകയാണ് കേട്ടോ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ നന്ദുവിൻ്റെ ഫ്രണ്ട്സ് വീട്ടിലേക്ക് വരികയാണേ, അതായത് ഈ അനന്തപുരിയിലേക്ക് വരികയാണ്. പെട്ടെന്ന് കനവ് ഓടി ചെല്ലുകയാണ്, ഒരു നന്ദുവിൻ്റെ കൂട്ടുകാരാണല്ലോ, ഇതെന്തിനാ ഇപ്പോൾ ഇവിടെ വന്നത് എന്ന് പറഞ്ഞിട്ട് ഓടി ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ ചെല്ലുമ്പോഴത്തേനും നന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അതായത് നന്ദുവിനാകെ സങ്കടമാണ്, പനിയെ കണ്ടെന്ന് പറയണം, അനിയമ്മ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ, അതുപോലെ തന്നെ നന്ദുവിൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ എനിക്കറിയില്ലല്ലോ, അനിയുടെ വിവാഹമാണെന്ന് പറഞ്ഞു, നന്ദുവിനെ ഞങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ കനകം ദേഷ്യപ്പെട്ട് അവരെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ കണ്ടതുകൊണ്ട് മതിയായി, അല്ലെങ്കിൽ ഇവിടുത്തെ വേറെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിലോ ഇവിടെ എന്തൊക്കെ പൂലുകളുണ്ടായനെ, അതുകൊണ്ട് വേണ്ട, എന്തായാലും മര്യാദയ്ക്ക് പൊക്കോണം ഇവിടെ നിന്നൊക്കെ പറഞ്ഞിട്ട് ആട്ടി വായിക്കുന്നുണ്ട് കേട്ടോ അവരെ. ഇത് കണ്ടുകൊണ്ട് വരുന്ന നായന, അമ്മേ അത് നന്ദുവിൻ്റെ കൂട്ടുകാരല്ലേ, എന്തിനാ അമ്മ അവരെ ഇങ്ങനെ ദേഷ്യത്തോട് പറഞ്ഞു വിട്ടത്? അതൊന്നുമില്ല, നന്ദുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല പോലും, അപ്പോൾ ഞാനിവിടെ ഉള്ളത് കൊണ്ട് നന്ദു ഇവിടെ കാണുന്നു പറഞ്ഞ് അവർ വന്നതാ. അല്ല അമ്മേതിനെ ദേഷ്യപ്പെട്ടത്, അത് പിന്നെ നന്ദുവിനെ വഴി തെറ്റിക്കുന്ന ഇവറ്റകളാണേ, അതുകൊണ്ട് എനിക്ക് ഇവറ്റകളെ കാണുന്നതന്നെ കലിയ, അതുകൊണ്ടാണ് ഞാൻ ദേഷ്യത്തിൽ പറഞ്ഞിട്ടെ. അമ്മേ അതൊന്നും അല്ല, എന്തോ കാര്യമായിട്ട് അമ്മയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്, എന്താണെന്ന് കാര്യം പറയാമേ, എന്തോ അമ്മ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്, അമ്മ സത്യം പറഞ്ഞേ. ഒന്നുമില്ല, ഇത് ഇത്രയേ ഉള്ളൂ കാര്യം, നീ ചുമ്മാ എന്നെ ഇങ്ങനെ ചോദിച്ച് ഒരു ദേഷ്യപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് കനകവും അങ്ങനെ കയറി പോകുകയാണ് കേട്ടോ. ഈ സമയത്തൊക്കെ അനി അവിടെ നിന്ന് ചിന്തിക്കുന്നുണ്ട്, എനിക്ക് നന്ദുവിനെ ഇഷ്ടമെന്ന് പറഞ്ഞാലോ, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നന്ദു ആയിപ്പോഴും എന്ന് പറഞ്ഞാലോ, വേണ്ട, ഇനി ആ പേരും പറഞ്ഞിട്ട് ഏട്ടത്തിനെ എന്തെങ്കിലുമൊക്കെ ഇവർ പറയുകയോ ചെയ്യുകയൊക്കെ ചെയ്യും, അതുകൊണ്ട് ഒന്നും പറയണ്ട, കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് പോട്ടെ, എൻ്റെ വിധി പോലെ എന്താ വെച്ചാൽ നടക്കട്ടെ എന്ന് പറഞ്ഞ് അനിയെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു എപ്പിസോഡ് കഴിയുന്നത്. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസും അപ്കമിങ് ആയിട്ടുള്ള എപ്പിസോഡുകൾസും ഒക്കെ കേൾക്കാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. താങ്ക് യു.